ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ സുഹൃത്താണ് യാസിർ എന്നറിഞ്ഞ ഷിബില ഭയപ്പെട്ടിരുന്നു. തന്റെ മകൾ കൊല്ലപ്പെട്ടതിൽ ഉത്തരവാദി യാസിറിന്റെ മാതാപിതാക്കളിൽ നിന്നും ഷിബിലയുടെ പിതാവ് ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിന് യാസിറിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല. സംഭവം നടന്ന അന്ന് 2 കത്തിയുമായി അയാൾ യാസിർ വീട്ടിൽ വന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ ഞങ്ങളെയും കൊല്ലും. യാസിർ ഒരു ദിവസം രാത്രി അവന്റെ വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്നതായി ഷിബിലയുടെ പിതാവ് പറയുന്നു. അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഞങ്ങളും അറിയിച്ചതിനെ തുടർന്ന് വല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും പറയുന്നു. എല്ലാം അവളുടെ തീരുമാനമായിരുന്നു. അതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തന്നെയാണ്. അന്നും ഇന്നും എന്നും അത് മാത്രമാണ് പറയാനുള്ളതും. യാസിർ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വിളിച്ചിരുന്നതായി തന്നെ ഷിബിലയുടെ പിതാവ് പറയുമ്പോഴും അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില തങ്ങളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് മകളെ കൂട്ടി വീട്ടിൽ വന്നതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. നോമ്പു തുറക്കുന്ന സമയത്ത് സ്വന്തം കാറിലാണ് യാസിർ ഷിബിലയുടെ വീട്ടിലെത്തിയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിബിലയുടെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കുകയായിരുന്നു.